കണ്ണൂർ പഴയങ്ങാടിയിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ച് 8 മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ഡോക്ടർ കുറിച്ചു നൽകിയ കാൽപോൾ സിറപ്പിന് പകരം മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരൻ കാൽപോൾ ഡ്രോപ്സ് ആണ് നൽകിയത്. സിറപ്പിന്റെ അളവിൽ ഡ്രോപ്സ് നൽകിയതാണ് കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാക്കിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പനിയെ തുടർന്ന് വെങ്ങര സ്വദേശി സമീറിന്റെ കുഞ്ഞിനെ പഴയങ്ങാടിയിലെ ക്ലിനിക്കിൽ കാണിച്ചത്. ഡോക്ടർ പനിക്കുള്ള കാൽപോൾ സിറപ്പ് കുറിച്ചു നൽകുകയും ചെയ്തു. തുടർന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങി ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ കുഞ്ഞിന് നൽകി. ഇതോടെ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങി. ഡോക്ടർ നമ്മൾക്ക് മരുന്ന് കുറിച്ച് വന്ന് നമ്മളത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി രാത്രിക്ക് ഒരു നേരം കൊടുത്തു. അത് 5 ml ആണ് കൊടുക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കാൽപോളാന്ന് 5 ml കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊടുത്ത് പിന്നെ അന്നേരം പനി കുറച്ച് കുറഞ്ഞിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ വീണ്ടും കൊടുത്ത് പിന്നെ വൈകുന്നേരം പിന്നെ കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് മരുന്ന് തീർന്ന് ആ ഡ്രോപ്സിൽ വരുന്നില്ല. അങ്ങനെ നമ്മൾ മരുന്ന് നോക്കുന്ന സമയത്താണ് കണ്ടത് ഇത് സിറപ്പല്ല ഡ്രോപ്സ് ആണ്, മരുന്ന് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനുശേഷമാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയെന്ന് മനസ്സിലായത്. സിറപ്പിന്റെ അളവിൽ ഡ്രോപ്സ് നൽകിയതോടെ കുഞ്ഞിന്റെ കരളിനെ അത് ഗുരുതരമായി ബാധിച്ചു. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി ഇങ്ങനെയുണ്ട് എന്നിട്ട് അപ്പോൾ ഡോക്ടർ കണ്ടപാട് പറഞ്ഞ് ഇത് ഓവർ ഡോസായി പോയി, ഇത് ഞാൻ എഴുതിയ മരുന്ന് ഇതല്ല, ഞാൻ എഴുതിയത് സിറപ്പാണ്, ഇത് ഡ്രോപ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. തുടർന്ന് കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റി. കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. നിലവിൽ കുട്ടിയുടെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ലിവറിന് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിന് മരുന്ന് കൊടുത്താൽ മരുന്ന് നന്നായി റെസ്പോണ്ട് ചെയ്തിട്ട് ഇപ്പൊ കുട്ടിയുടെ ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം കുട്ടി നല്ല ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. പിതാവിന്റെ പരാതിയിൽ ഖദീജ മെഡിക്കൽസിനെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച ആരോഗ്യവകുപ്പ് മെഡിക്കൽ ഷോപ്പിലെത്തി പരിശോധന നടത്തി. കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നുവെന്നത് ആശ്വാസകരമാണ്. ഒരുപക്ഷെ കരൾ മാറ്റിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നുവെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സംഭവിച്ചത് ചെറിയ വീഴ്ചയല്ല. ഇത്തരം അശ്രദ്ധ ആവർത്തിക്കാതിരിക്കാൻ ഉതകുന്ന നടപടി ഉണ്ടാവണം. കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ.